എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ലഡാക്കിൽ നിന്ന് തിരിച്ചുള്ള യാത്ര നമ്മളിപ്പോൾ ഉള്ള ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലാണ് വണ്ടി നിർത്തിയേക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വണ്ടിയെ കയറിയിട്ട് പറയാം. ഉത്തരാഖണ്ഡിലെ ചാർധാം ക്ഷേത്രങ്ങളിലൊന്നായ ബദ്രീനാഥിലേക്കാണ് നമ്മുടെ യാത്ര. ഇപ്പോൾ നമ്മൾ രുദ്രപ്രയാഗ് എടുക്കാറായി. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ദേവപ്രയാഗിൽ വണ്ടിയൊക്കെ ഒതുക്കി കിടക്കാൻ തീരുമാനിച്ചാണ്. പിന്നെ ഞങ്ങൾ ആ തീരുമാനമൊക്കെ മാറ്റി പതുക്കെ മുന്നോട്ട് പോകുന്നു. രാത്രിയിൽ നാളെ നമുക്ക് ദർശനത്തിന് ടിക്കറ്റ് കിട്ടിയത് നാളെയാണ്. അതെ, പാസ് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ അവിടെ കിടന്നാൽ പിന്നെ അങ്ങോട്ട് കാര്യം ദൂരം കുറവാണേലുമേ വഴിയെല്ലാം മലമ്പ്രദേശമൊക്കെ ആയതുകൊണ്ട് വണ്ടി ഓടി എത്താൻ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് രാത്രി കുറച്ച് നമ്മൾ ഓടിപ്പോകുന്നു. എന്നിട്ട് തന്നെ 60-70 കിലോമീറ്റർ പോകുന്നുള്ളൂ. അതെ അതെ. റൈൻടോളി രാവിലെ ഒരു മഴക്കാറൊക്കെയാണ്. മഴ പെയ്യുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട്. പുണ്യ നദിയായ അളകനന്ദ നദിയാണ് ഈ ഒഴുകുന്നത്. പക്ഷേ നദിയിലെ വെള്ളമൊക്കെ നല്ല കലക്കലാണ്. ഹിമവാന്റെ മടിത്തട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. അങ്ങോട്ട് നോക്കിയാൽ ചുറ്റും മലനിരകളാണ്. അത് നല്ല ചെങ്കുത്തായ മലനിരകൾ. ഇവിടുന്ന് കേദാർനാഥിന് പോകുന്നത് അങ്ങോട്ടാണ്. ഇതിൻ്റെ ചോപ്തയൊക്കെ ശ്രീ കേദാർനാഥ് അങ്ങോട്ടും ബദരിനാഥ് നേരെ രുദ്രപ്രയാഗാണ് ഈ സ്ഥലം. ആ റൂട്ടാണ് കേദാർനാഥ് പോകുന്നത്. കേദാർനാഥ് പോകുന്ന വണ്ടികളെല്ലാം അതിലെ താഴെ കൂടെ ഇറങ്ങിയാണ് പോകുന്നത്. സോൻപ്രയാഗ് വരെ വണ്ടി പോവുള്ളൂ. ബാക്കി പിന്നെ അവിടുന്ന് ഒരു 18 കിലോമീറ്ററോളം നടന്ന് വേണം നമുക്ക് കേദാർനാഥിലേക്ക് പോകാൻ. അളകനന്ദ നദി നല്ല കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നത്. ഈ ഉത്തരാഖണ്ഡിലെ ചാർധാം ക്ഷേത്രങ്ങളിൽ ആദ്യം സന്ദർശിക്കേണ്ടത് യമുനോത്രി, പിന്നെ ഗംഗോത്രി, പിന്നെ കേദാർനാഥ്, ലാസ്റ്റാണ് ബദ്രീനാഥ് സന്ദർശിക്കുന്നത്. പക്ഷെ നമുക്ക് ആദ്യം വെളി വന്നത് ലാസ്റ്റ് സന്ദർശിക്കേണ്ട ബദ്രീനാഥ് ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് ആദ്യം. പിന്നെ നമ്മളത് പ്ലാനിങ് ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ബദ്രീനാഥ് മാത്രമേ പോകുന്നുള്ളൂ. അതെ. ഇനി അടുത്ത ഒരു പ്രാവശ്യം നമുക്ക് ചാർധാം ക്ഷേത്രത്തിലേക്കായിട്ടൊരു യാത്ര വരണം. അപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 2260 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്, രുദ്രപ്രയാഗിൽ. ഉത്തരാഖണ്ഡ് പരിവാഹൻ നിഗം പൊത്തേ ട്രാവലോൻ്റെ ഹിമാലയൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പിന്നെ രാത്രിയിലും പകലും എല്ലാം വണ്ടി ഓടുന്നുണ്ട്. പക്ഷെ രാത്രി വണ്ടി കുറവാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം ഹോട്ടലുകളെല്ലാം ഉണ്ട്, താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മന്ദിര. വഴിയൊക്കെ പിന്നെ ഈ വീതിയുള്ളൂ, പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പം ബദരീനാഥിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ 10,000-ന് മുകളിലേക്ക് എത്തണം. ഇപ്പൊ 2000 ആയതേ ഉള്ളൂ. ഇനി ഒരു 8,000 അടി ഹൈറ്റിലേക്ക് കൂടെ കയറാനിരിക്കുകയാണ്. മല മുഴുവൻ കയറാൻ കിടക്കുന്നേ ഉള്ളൂ. 150 കിലോമീറ്റർ ആണ് ഇനിയുള്ള. The Himalayan Family Trail connecting cultures from Kerala to Ladakh. ആ മലയുടെ മുകളിലോട്ട് വഴി പണിതേക്കുന്നുണ്ടോ? ഇതൊക്കെ മഴക്കാലത്ത് ഇങ്ങനെ മലയിടിച്ചിലൊക്കെ ഭയങ്കര കൂടുതലായി ഉത്തരാഖണ്ഡിൽ. ഈ രുദ്രപ്രയാഗ് ഒരു നല്ലൊരു സിറ്റിയാണ്. വഴികളെല്ലാം 2 വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ. എനിക്കൊരു വണ്ടി നിർത്താൻ പോലും സ്ഥലമില്ല. ലഡാക്ക് യാത്രയിലെ നമ്മുടെ 13ാമത്തെ സംസ്ഥാനമാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡ്. ഈ ആല് കണ്ടോ? ആല് എത്ര വർഷം പഴക്കമുള്ള ആലായിരിക്കും. ബദരീനാഥ് 157 കിലോമീറ്റർ. ചിൽവാഡ, കുണ്ട്, ഗുപ്തകാശി, കേദാർനാഥ്. അത് ആ പാലം കയറി പോകണം. ആ വഴി ഇങ്ങോട്ട് വന്ന് ചേരുന്നുണ്ട്. ഈ രുദ്രപ്രയാഗിൽ വെച്ചാണ് അളകനന്ദ നദിയും മന്ദാകിനി നദിയും കൂടെ ഒന്നു ചേരുന്നത്. ബദരീനാഥ് ജോഷിമഠ് 113, ബദരീനാഥ് 157. ഇതിലേം കേദാർനാഥ് പോവാം. വീണ്ടും നമ്മൾ മല കയറാൻ തുടങ്ങുകയാണ്. വേണ്ട, മല നിൽക്കുന്ന കണ്ട കട്ട് ചെയ്ത് മാറ്റിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന പോലെ ഹിമാചലെ പോലെയൊക്കെ ഇങ്ങോട്ടുള്ള വഴികളെല്ലാം വലിയ ഇതുവരെ വന്ന പോലെ അല്ല, ഇങ്ങോട്ട് വീതിയും കുറവായതുണ്ടോ. രുദ്രപ്രയാഗ് സിറ്റിയാണ് ആ കാണുന്നത് മൊത്തം. എല്ലാം വീടുകളാണ്. ഈ കാണുന്ന വഴിയും കേദാർനാഥിലേക്ക് പോകുന്ന അത് റെയിൽവേയുടെ ടണലായിരിക്കും അവിടെ പണിത് വരുന്നത്. നദി എന്ത് താഴെ ഒഴുകുന്നെന്ന് നോക്കിയേ. നല്ല കലങ്ങി മറിഞ്ഞായോ. മഴ പെയ്തെന്ന് തോന്നുന്നു അവിടെ. മഴ പെയ്തിട്ടുണ്ടാവും. അതാ ഭയങ്കര കലക്കല. കരൻ പ്രയാഗ് 31 കിലോമീറ്റർ. സമ്മർ ക്യാപിറ്റൽ
ഗേർഷൈൻ 76 കിലോമീറ്റർ, ജോഷിമഠ് 112, ബദരിനാഥ് 156. ഇതേ പരിചയക്കാരാണോ? ഇപ്പം പരിചയപ്പെട്ടാ ഞങ്ങള് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവിടെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ ഓടി വന്ന അക്കനെ രാമേശ്വരി ദേവി. റെയിൽവേയുടെ ടണൽ വരുന്നത്. ഈ റെയിൽവേ ലൈൻ ഫുള്ള് മണ്ണടി കൂടെ കേട്ടോ വരുന്നത്. 2030 റെയിൽവേ ലൈൻ്റെ പണി തീർന്ന് ഓപ്പൺ ആവുമെന്ന് പറയുന്നു. പണിക്കാരാ പറഞ്ഞു ഇന്നലെ കണ്ടവര്. ആ ദീദിയൊക്കെ അതിലെ ബൈക്കാ വന്നതാ, അവർ രണ്ടുപേരൂടെ. അവരവിടെ ഇരിക്കുവായിരുന്നു നമ്മൾ വരുമ്പോ. ഇതെല്ലാം സർവേക്കല്ലല്ല, കല്ലുങ്കാല്. ഇവിടെ കല്ല് വീഴാൻ സാധ്യത ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം പോവാം. അതുകൊണ്ട് കല്ലുരുണ്ട് വരുന്നുണ്ട്, അതിന്റെ ഇടയ്ക്കൂടെ പോകണം. അതിന്റെ ഇടയ്ക്കൂടെ എങ്ങനെയാ പോകുന്നത്? വണ്ടിയെ വീഴാതെ. പക്ഷേ അവിടുത്തെ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട മല പോലെ കുറച്ചുകൂടെ കല്ലിന് ഉറപ്പുണ്ടെന്ന് തോന്നുന്നു. നദി എന്തോരം താഴെയാന്ന് നോക്കിയേ ഇപ്പം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഹിമാചലിൽ കൂടെ വന്ന പോലെ തന്നെ ഈ വഴികൾ. അളകനന്ദ നദി വരുന്നുണ്ടോ, ആ 2 മലയുടെ ഇടുക്കിൽ കൂടിയാണ് വരുന്നത്. താഴെ ഒരു ക്ഷേത്രമുണ്ട്. ഇത്തിരി പച്ചക്കറി മേടിച്ചോണ്ട് പോവാം. ഇടിഞ്ചക്കയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പാവയ്ക്കയുടെ കളർ കണ്ടോ? പാവയ്ക്ക കാണുമ്പോ അറിയാതെ മേടിച്ചു പോവാ. പിള്ളേരൊന്നും കൂട്ടത്തുമില്ല. കുറച്ച് പാവയ്ക്ക മേടിച്ചോ, വറുത്ത് വെക്കാം. കഞ്ഞിക്ക് നല്ലതാ. കഞ്ഞിക്ക് നല്ലതാ. അതിന് പാവയ്ക്ക വറക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. ഇരിപ്പുണ്ടോ? അതല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞ കഞ്ഞിയാക്കി പാവയ്ക്ക വറക്കാന്ന്. പച്ചക്കറിക്കൊക്കെ ഒരു കളർ വ്യത്യാസമില്ലേ, ഒരു പ്രത്യേക കളറില്ലേ? ഉണ്ടോ? ഉണ്ട്. പാവയ്ക്കൊക്കെ ഇവിടുത്തെ ലോക്കലാ. പാവയ്ക്കായും ഈ മത്തങ്ങായും ഒക്കെ. എന്താണല്ലേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചതിലും മൊബൈൽ റേഞ്ച് ഉണ്ട്, കുറേ സിറ്റിയാണ്. നമ്മൾ ഒത്തിരി അല്ലെ മലമ്പ്രദേശമാണ്. കടകളും അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഓർത്തത്. നമ്മൾ ലഡാക്കിൽ പോയ പോലെയൊക്കെയാണെന്നാണ് ഓർത്തത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജിയോയും എയർടെല്ലും ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ചെറിയ സിറ്റികളേ ഉള്ളൂ കേട്ടോ. അടുത്ത പോകുന്ന ഇടയ്ക്കൊന്നും ചിലപ്പം റേഞ്ച് ഉണ്ടാവില്ല. ഈ രുദ്രപ്രയാഗിലേ ഇത് ഈ 2 നദികളും സംഗമിക്കുന്നിടത്ത് നമുക്ക് തിരിച്ചു വരുമ്പോൾ പോകണം. അതെ, ഇവിടെ മാത്രമല്ല, ദേവപ്രയാഗം കുറച്ച് കാണാനുണ്ട്. അവിടെ വെച്ചാണ് പിന്നെ അളകനന്ദ നദിയും ഭഗീരഥ നദിയും കൂടെ ഒന്ന് ചേർന്നിട്ട് ഗംഗാ നദിയായിട്ട് മാറുന്നത്. അങ്ങനെയാണോ? ഇതെല്ലാം ഈ റോഡ് പണി നടക്കുന്നിടത്തേക്ക് സാധനങ്ങൾ, റോഡ് പണിയും റെയിൽവേ ലൈൻ്റെ പണിയും നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് ഇതേ മെറ്റീരിയലും കൊണ്ട് വന്നേക്കുന്നത്. ഇവിടെ ഒരു അവരുടെ പുറയിൽ. അപ്പോഴേ ഇവിടെ ഈ രുദ്രപ്രയാഗിലൊരു നദി വന്ന് ചേരുന്നുണ്ടല്ലോ അളകനന്ദയുടെ കൂടെ. അത് മന്ദാകിനി നദി. ഇതാണല്ലോ ഇവിടെ ഈ ചാർധാം യാത്ര 3-4 മാസമല്ലേ ഉള്ളൂ. എന്നാലും ഇങ്ങോട്ടുള്ള സൗകര്യങ്ങൾ, ഹോട്ടലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബാക്കി സമയത്തൊന്നും ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വരില്ലല്ലോ. നമ്മുടെ നമുക്കൊരു ഗ്യാസ് ഒന്ന് തീർന്നായിരുന്നു കേട്ടോ, ഒരു കുറ്റി. അടുത്ത കുറ്റിയിൽ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗം വഴി മോശമാണ്. അതുകൊണ്ട് അതെല്ലാം റെയിൽവേയുടെ പണിയാണ് നടക്കുന്നത്, റെയിൽവേ ടണലിൻ്റെ. അവിടെ 2 ലൈൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവിടെ 2 ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ചിലടത്ത് 1 ലൈനേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ടല്ലേ ഇവിടെ. 2 ലൈൻ ആയിരിക്കല്ലോ, അത് അവിടെ ഇപ്പൊ പണിയുന്ന കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ വെച്ചിരുന്നു. 1 ലൈൻ തന്നെയാണ്. അല്ല, ഇവിടെ ഒരു ടണലൊക്കെ പണിയണ എന്തൊരു വാടല്ലേ. അതെ. ഈ ഹിമാലയത്തിലെ റോഡുകളെല്ലാം പണിയുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്ര നാളുകൊണ്ട് ഓരോ റോഡുകളൊക്കെ പണിത് തരുന്നു. റോഡുകളും ടണലുകളും പാലങ്ങളും ഒക്കെ. ഇത് വേറൊരു ടണൽ ഇതെന്താ? പക്ഷെ ഇത് റോഡ് ടണലാന്ന് തോന്നുന്നു കേട്ടോ, റെയിൽവേയുടെ അല്ലെന്ന് തോന്നുന്നു. ഗുരുദ്വാര ശ്രീ ഹേംകുണ്ട് സാഹിബ് മാനേജ്മെന്റ് ട്രസ്റ്റ്, പ്രത്വാര, രുദ്രപ്രയാഗ്. സിഖുകാരുടെ പ്രധാന തീർത്ഥാടനമായ ഹേംകുണ്ട് സാഹിബ് ഈ ബദ്രീനാഥിനടുത്താണ്. ആ വണ്ടി എന്താ ബ്രേക്ക് ഡൗൺ? ഇതേ പുറകോട്ട് വന്നിട്ട് ആ ടയർ കണ്ടോ, ആ സൈഡിൽ കയറിയായിരിക്കും. ഹിമാലയത്തിൽ അധികം ഓടിച്ചില്ലായിരുന്നല്ലോ അല്ലേ? കോ ഡ്രൈവർമാർ ഇഷ്ടം പോലെ അല്ലായിരുന്നു, അതുകൊണ്ട്. ഗവൺമെന്റ് ഇന്റർ കോളേജ് റത്തൂറ, ധാൻപൂർ. ഇവിടെ സീസണിലല്ലാത്ത സമയത്ത് വരണം. ആ സമയത്ത് ഈ വഴിയിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇതിലെ പോകുന്ന വണ്ടിക്കാർക്കൊക്കെ എന്നാ ധൃതിയാ, എന്നാ സ്പീഡിലാണ് പോകുന്നത്. വലിയ വണ്ടി ചെറുവണ്ടി എല്ലാം പറന്നാ പോകുന്നത്. ആർക്കും ക്ഷമയില്ല. ഇന്ന് ഇവിടുത്തെ നാസ്ത കഴിക്കുന്നോ അതോ വല്ലതും ഉണ്ടാക്കുന്നോ? ഇങ്ങനെ വേണേലും ആവാം. അവരോട് എണീറ്റിട്ട് ചോദിക്കട്ടെ. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വീതി കൂടുക വഴിയുടെ?
അതെല്ലാം ലോഡ് ഉണ്ടോ? എല്ലാം ഈ നദിയിൽ നിന്ന് കല്ല് വാരിക്കൊണ്ട് പോകുന്ന, പൊട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ. ഹിമഗിരി എക്സ്പ്രസ്, എല്ലാ ഹിമാലയത്തിന്റെ പേര് കൂട്ടിയ വണ്ടികൾക്കും കടകൾക്കും എല്ലാം പേരുകൾ. ഇന്നലെ രാത്രിയിൽ 60-70 കിലോമീറ്റർ നമ്മുടെ ചാത്തുണ്ണിയാണ് ഓടിച്ചത്. മുത്തിവിടെ കൂട്ട് വരുന്നു. ആ എന്നാന്നറിയോ, മുത്തിന് കിടന്നാ ഉറക്കം വരികയല്ല, അതുകൊണ്ടാ. അതെ, പേടിച്ചിട്ടല്ല. ആ വഴി മോശമായിരുന്നു, അതുകൊണ്ടാ നിന്റെ തന്നെ. വഴി മോശം എന്ന് പറഞ്ഞാൽ മേലിൽ എപ്പോഴും ഇങ്ങനെ കല്ലിങ്ങനെ വീണ് കിടക്കുന്ന ഇത് കാണാം റോഡിലോട്ട്. അതുമല്ല, പിന്നെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഈ മണ്ണ് ഇടിച്ച് കിടക്ക സൈഡിലോട്ട് വഴിയില്ല, ഒരു ട്രാക്കേ ഉള്ളൂ. വലിയ വണ്ടി വന്നാ പണിയാ, നമുക്ക് കയറിപ്പോക്കും നടക്കുന്നില്ല, കാറ് വന്നാലും പോകുന്നില്ല, അതുപോലത്തെ വഴിയാണ്. മഴക്കാലത്തൊക്കെ ഇവിടെ ഡേഞ്ചർ. ആ മലയുടെ മുകളിൽ നിന്നൊക്കെ ഇടിഞ്ഞു പോന്നേക്കുന്നുണ്ടോ? അതെ അതെ, അവിടെയൊക്കെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ആന 155, കർണപ്രയാഗ് 22 കിലോ. നോക്കി എന്നാ ഉയരത്തിൽ നിന്ന് വന്നു ഞാൻ മണ്ണിടിഞ്ഞു പോന്നേക്കുന്നത്. ശിവനന്ദി ഈ സ്ഥലപ്പേര്. അവിടെ ഇഷ്ടം പോലെ കൃഷികളുണ്ടല്ലോ. ആ ചെറിയൊരു മലയുടെ അടിവാരത്ത് കുറേ നിരപ്പ് സ്ഥലങ്ങളാണ്. ഇങ്ങോട്ട് നോക്കി അളകനന്ദി ഒഴുകി വരുന്നത്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ കയറി വന്നിട്ടും തണുപ്പില്ല, നല്ല ചൂടാ. ആ, നമ്മൾ ഋഷികേശിന്ന് പോന്നപ്പോ തൊട്ട് മല കയറിയാ പോരുന്നത്. അതെ അതെ. അന്നേരം ഞാൻ ഓർത്ത് കുറച്ചുകൂടെ കയറുമ്പോ നല്ല തണുപ്പായിരിക്കും. പക്ഷെ ഇവിടെ വരെ വന്നിട്ട് പോലും ഒരു തണുപ്പുമില്ല. താഴെ ഒരു പഴയ ഒരു തൂക്കുപാലം ഉണ്ട്, ഒത്തിരി പഴയ തൂക്കുപാലം. അത് എന്നിട്ടേ അങ്ങോട്ട് വഴി മറോറ. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ലൈൻ ബസ്സാ, ഹരിദ്വാർ പോകുന്ന വണ്ടിയാ, ഹിമഗിരി എക്സ്പ്രസ്. അത് പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ. ആ, അതൊരു ബോഡിയാ കണ്ടോ, വണ്ടിയുടെ മുകളിൽ ആള് മരിച്ച. ശരിക്കും ഇവിടെ വന്ന ആരെങ്കിലും മരിച്ചായിരിക്കും അത്. അപ്പൊ സുമയുടെ മുകളിൽ കയറ്റി കൊണ്ടുപോകുന്ന കണ്ടോ, നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ആയിരിക്കും. വണ്ടി ഒന്നും, അത് ട്രിപ്പ് വണ്ടി ആയിരിക്കും. ബദ്രീനാഥിനെ നടന്നു പോയിട്ട് വരുന്ന തീർത്ഥാടകരെ ഇവര് കാവടിയൊക്കെ ആയിട്ട്. ഗുരുദ്വാര ലാംഗർ ദംദമ സാഹിബ്, ഗോവിന്ദ് നഗർ. ഇത് വലിയൊരു ഗുരുദ്വാരയാണ്. ഇത് വല്ല പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയാണോ? അല്ല, ഇത് ഇവിടെ പാലം പണിയാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആ റോഡ് പണിക്കാരുടെ വല്ല യാർഡുണ്ടാക്കാനാണെന്ന് തോന്നുന്നു. ജോഷിമഠ് 97, ചമോലി 47, നന്ദ്പ്രയാഗ് 36. നമ്മളെ NH7 കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് പഴയ NH58. ഞാൻ നിർത്തണോ? കടയുണ്ടോ കഴിക്കാൻ? കട അപ്പുറം ഒരു കടയുണ്ട്, പക്ഷെ നമുക്ക് വണ്ടി നിർത്താൻ സൗകര്യം കുറവാണ്. മുന്നോട്ട് പോകുന്നിടത്ത് എവിടെയെങ്കിലും നിർത്താം. വലിയൊരു മാവാന്നുണ്ടോ ഇത്? ബദ്രിനാഥ് 139 കിലോമീറ്റർ അങ്ങ് കുറയുന്നില്ല. ഗോപേശ്വർ 56, കർണപ്രയാഗ് 15. കരൺപ്രയാഗ്. ആ മലയിൽ കൂടെ എല്ലാം നടപ്പുവഴികളാണ്, കല്ലൊക്കെ പാകി. അതെ, കരൺപ്രയാഗ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നു, ഹിന്ദിയില് കർണപ്രയാഗ് തന്നെ. ഓ, തേയിലത്തോട്ടമൊന്നുമില്ല ഇവിടെ, വേറെ എന്തെങ്കിലും കാണും. ഇവിടെ ഈ മല ഇടിഞ്ഞു പോകുന്നതാന്ന് തോന്നുന്നു. അതെ, എന്തായാലും ഏരിയ ഇടിഞ്ഞ് പോകുന്നേക്കുന്നതെന്ന്. അവിടെ ഇതുണ്ട്, അതെല്ലാം കമ്പ ഇടിച്ചേക്കാം, അവിടെ നെറ്റ് ഇടാൻ വേണ്ടിയിട്ടാ, ഇടിയായിരിക്കാൻ വേണ്ടി. ആപ്കി യാത്ര മംഗൾമയ് ഹോ. ജില്ലാ പഞ്ചായത്ത് ചമോലി, ബസ് സ്റ്റോപ്പ് കമേഡ. ഹേംകുണ്ട് സാഹിബിലേക്ക് പോകുന്ന തീർത്ഥാടകരാ ഇവര് കൂടുതലേ ബൈക്കല്ല പോകുന്നത്. നമ്മൾ കാണുന്നത് ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട്, കാറിലും ഉണ്ടാകും കേട്ടോ, എന്നാലും ബൈക്കാ കൂടുതലും കണ്ടത്. ജെൻസിനെയാ കൂടുതൽ കണ്ടതും. അതെ. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് നിർത്തിയതാ. മുത്തിനെയും മുന്നിനെയൊക്കെ വിളിച്ചേൽപ്പിച്ചിട്ടുണ്ട്, അവർ റെഡിയാവുന്നു. അപ്പം ഞാൻ ഈ പെരക്കാവൊക്കെ ഒന്ന് അടുക്കി പെറുക്കട്ടെ. മൊത്തം പൊന്നുമൊക്കെ റെഡി ആവുന്നതിന് നിങ്ങളിവിടെ ഓർഡർ ചെയ്തോ? ഞങ്ങളത് സമയം കളയണ്ടല്ലോ എന്നുകൊണ്ട് ഓർഡർ ചെയ്തു. ചോളാപൂരി, പോഹ, പ്ലെയിൻ പൊറോത്ത, പനീർ പൊറോത്ത, പൊറോത്ത, ആലു പൊറോത്ത, ഇനിയും പറഞ്ഞിട്ടുണ്ട്. പൂരി പിന്നെ നമ്മുടെ അവിടെ കിട്ടുന്ന പോലുള്ള പൂരി. ഇത് പ്ലെയിൻ പൊറോത്ത, നല്ല ദയ്യും കൂടെ വന്നിട്ടുണ്ട്. പൊറാത്തയുടെ എല്ലാം കോമ്പിനേഷൻ ദയ്യാണ്, നല്ല കട്ടത്തൈര്. ഞങ്ങൾ ചേഞ്ച് ചെയ്തു, പ്ലെയിൻ പൊറോത്ത പൊന്നൂന് കൊടുത്തു, പൂരി ഞാനിങ്ങനെ എടുത്തു. അതെ, ഓരോ
കോഫിയും പറഞ്ഞത് അതും വന്നിട്ടുണ്ട്. അപ്പോൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഇനി മുത്തിന് ഡ്യൂട്ടി കൊടുക്കാം. ആകാശത്ത് മുട്ടി നിൽക്കുന്ന മലനിരകളാണ്. ഇങ്ങോട്ട് നോക്കി, ആ പാട് കണ്ടോ? അതെല്ലാം വെള്ളം ഒഴുകി വരുന്ന പാടുകളാണ്. മന്ദാകിനി നദിയിലേക്ക്, അല്ല അളകനന്ദ നദിയിലേക്ക്. മുകളിലേക്ക് വഴി പണിയുന്നതാന്ന് തോന്നുന്നു. കറക്റ്റ് സമയമാണ് ഡ്യൂട്ടി ചേഞ്ച് ആയ. നല്ല വഴി. അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴി മോശമാണേ. ഇങ്ങോട്ടൊക്കെയാലും നല്ല വഴിയായിരുന്നു ഇതുവരെ. കുറച്ചൊക്കെ മോശം ഉണ്ടായിരുന്നു. അല്ല ആ ഇടയ്ക്ക് കുറച്ച് വെള്ളം വന്ന് കിടക്കുന്നില്ല, അങ്ങനെയുള്ളടോ അതിനാണോ? പിന്നെ പണി നടക്കുന്നിടം ഒക്കെയാന്ന് തോന്നുന്നു മോശമായിട്ട് കിടക്കുന്നത്. ഇങ്ങോട്ട് നല്ല വഴിയാ, അത്രയുടെ ഉള്ളായിരുന്നു. നമ്മളെ ഈ അളകനന്ദ നദിയുടെ തീരത്തോടെ തന്നെയാണ് പോകുന്നത്. നൈനിറ്റാൾ 279, അൽമോറ 166, കൗസാൻ, ബദ്രിനാഥ് ഇനി 136 കിലോമീറ്റർ ഉണ്ട്. ജോഷിമട്ട് 95 കിലോമീറ്റർ. ഒരു പോലീസ് ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ എൻട്രി ചെയ്തിട്ട് വേണം പോകാൻ. അവിടെ എൻട്രി ചെയ്യുന്നത് നമ്മൾ ലഡാക്കിലൊക്കെ പോയപ്പോൾ എൻട്രി ചെയ്ത പോലെ തന്നെയാണ്. വണ്ടി നമ്പരും പിന്നെ എത്ര പേരുണ്ടെന്നും സ്ത്രീകൾ എത്ര പുരുഷന്മാരെത്ര, പിന്നെ പാസും ചോദിക്കും നമ്മുടെ. അതും ആ പാസിൻ്റെ നമ്പരും എല്ലാം എൻട്രി ചെയ്തിട്ടാണ് വിടുന്നത്. രാവിലെ നല്ല തിരക്കായിട്ടുണ്ട് വഴിയിൽ. ഇവരൊക്കെ തൊഴുതിട്ട് വെളുപ്പിനെ തൊഴുതിട്ട് പോരുന്നവരായിരിക്കും. ആയിരിക്കും. ഇന്നിപ്പോൾ രാവിലെയും ബദ്രീനാഥിലേക്ക് പോകാൻ ആൾക്കാരെ തിരക്കുണ്ട്, നല്ലപോലെ വണ്ടികൾ വരുന്നുണ്ട്. ഇതാ ചമോലി എന്ന് പറഞ്ഞ സ്ഥലം. ചമോലി. ഇത് ഗൗച്ചർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗൗച്ചർ. ഇത് അവിടെ ടണൽ പണി നടക്കുന്നുണ്ട് ആ മലക്കടിയിൽ കൂടി. അങ്ങ് മോളിൽ കൂടെ ഒക്കെ വഴി കാണുന്നുണ്ട്. അതിലാണെന്ന് തോന്നുന്നു പോകണ്ട നമ്മൾ. ഈ മലയുടെ മോളിൽ കൂടെ കറങ്ങി അതുകൊണ്ട് ആ മോളിൽ കൂടെ എല്ലാം വഴിയാ. അതുകൊണ്ട് നമ്മൾ അതിലാണോ പോകണ്ടേ? അതറിയത്തില്ല. ആ മുകളിലേക്ക് പോകുന്ന ദേവൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാ. കർണപ്രയാഗ് ബദ്രിനാഥൊക്കെ നേരെ തന്നെ. നമുക്കത് ഈ മലയിൽ നിന്ന് ആ മലയിൽ കൂടെ കയറി അതിനടുത്ത മലയിൽ കൂടെ ഇങ്ങനെ പോകണം. അതാ വഴി കാണുന്ന. അവിടെ വഴിയുടെ നടുക്ക് തന്നെ ഒരു വണ്ടി കേടായി കിടപ്പുണ്ടല്ലോ. അതെ അതെ. അതൊക്കെ നടുക്കായതുകൊണ്ട് രണ്ട് സൈഡിൽ കൂടെ വണ്ടികൾക്ക് പോവാം. ചെറിയ വണ്ടികൾക്ക് കുഴപ്പമില്ല, നമുക്ക് പോകാനെപ്പോലുള്ള വലിയ വണ്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. അതെ, ഒരു റോഡ് പോകുന്ന കണ്ടോ? അവിടെ തൂക്കുപാലം ഉണ്ട് കേട്ടോ. കണ്ടോ? ഇതെല്ലാം ഇടിഞ്ഞ് വീണേക്കുന്ന. എന്നിട്ട് അവിടെ നിന്ന് കോരി മാറ്റി സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇടിഞ്ഞു പോകുന്ന അങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നെറ്റ് ഇരുമ്പിന്റെ നെറ്റല്ലേ ഇത്? ഇരുമ്പിന്റെ. ആ മലയുടെ മുകൾവശം വരെ നെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ നെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ചിലപ്പം അത്ര ഏരിയ മൊത്തമായിരിക്കും ഇങ്ങനെ പോരുന്നത്. പറയാൻ പറ്റില്ല. നന്ദാദേവി എക്സ്പ്രസ്. മൊത്തത്തിനേക്കാൾ ഈ ട്രിപ്പ് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അതെ. ഹിൽ ലൈസൻസ് എടുക്കണോ? അതെ, അതോടെ വേണേ ഒരെണ്ണം എടുക്കായിരുന്നു. രാവിലെ എന്നാണല്ലോ നല്ല തിരക്കാ വഴിയില്. വളഞ്ഞങ്ങാനം ഒക്കെ ചെറുത്. അതൊക്കെ എന്ത് ആ അതെങ്ങനെ ഈ പോക്ക്, ഇവരുടെ പോക്ക് ഭയങ്കര. ആ കാറുകാരൻ വന്ന് കയറി. അല്ലല്ലോ ബസ് എവിടെ കിടക്കുന്നത് അവരുടെ വണ്ടിയുടെ ബസ് തട്ടിയതാണോ? ആ ബസ്സേ വളവിന് അങ്ങനെ കയറി വന്നിട്ട് കാറുകാർക്ക് തട്ടിയതെന്ന് തോന്നുന്നു. അവരുടെ പുതിയ വണ്ടിയായിരുന്നു തോന്നുന്നേ, കാറേ. ബസ്സുകാരെന്നാ പോക്ക ഈ വഴിക്ക് പോകുന്നതെന്ന്. ബാക്കിയുള്ളവരുടെ എല്ലാം പുച്ഛോ വെളിയിൽ നിന്ന് വരുന്നവരോട്. അവരാലോചിക്കണ്ടേ? പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഇത് കൂട്ട് വഴി ഓടിച്ചിട്ട് വരുന്നവരാണ് എല്ലാരും, അല്ലല്ലോ. എന്നാന്ന് ചോദിച്ചാലേ ഇതുപോലെ മലമ്പ്രദേശമല്ലേ. ബാക്കി ഇതുപോലെ കാറുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരൊന്നും ആയിരിക്കുമല്ലോ. രാവിലെ ഓർക്കുന്നുണ്ടോ ഒരു ലോറിക്കാരൻ എനിക്കിട്ട് വെച്ച് തന്നിട്ട്? ആ സൈഡ് കൊടുക്കാൻ താമസിച്ച് തന്നെ ഒരു ദിവസം വന്ന് നേരെ ഫ്രണ്ട് വെച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് പോയി. ഇവിടുത്തെ വണ്ടി, UK വണ്ടി. ബസ് ഫുള്ള് റോങ് സൈഡാ. അതും വളവാണ്. വളവ് തിരിഞ്ഞ് വന്നാ. എന്നിട്ട് ആ കാറിൻ്റെ എല്ലാം പിന്നെ കയറി റോങ് സൈഡിൽ കൂടെ വന്നാ. ഹരിദ്വാർ പോകുന്ന വണ്ടി. വഴി ഫുള്ള് ബ്ലോക്കായി. അങ്ങ് വരെ ബ്ലോക്കായി വണ്ടികള്. ബസ്സുകാരനെ ആക്കിയാലും പിടിയല്ല. ബസ്സുകാരനോട് സൈഡിലോട്ട് ചേർത്താന്നൊക്കെയാണ് പറയുന്നത്. ട്രാവലറിന് ഓട് വെക്കാൻ ഒരാളുണ്ട് കേട്ടോ, കിളിയുണ്ട്. വണ്ടി ഇതുപോലെ കയറ്റത്ത് നിർത്തുന്നിടത്തതേ
കട്ടത്തടി ഉണ്ട്, അതെടുത്ത് ഊട് വെച്ച് നിർത്തായിരുന്നു. വണ്ടികളിലെല്ലാം നീണ്ട നിര തന്നെയായി. ബസ്സുകാരനെ എന്നിട്ടും അങ്ങോട്ട് ഒതുക്കുന്നില്ല. വേണ്ട, ഈ വളവിന് ബസ്സുകാരൻ കയറി വന്നാ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഓപ്പോസിറ്റ് വണ്ടി വന്നപ്പോ പെട്ടെന്ന് ഇടത്തോട്ട് വെട്ടിച്ചു. അപ്പൊ ബസ്സിന്റെ ലെഫ്റ്റ് സൈഡിലെ ടയറും ഇതെല്ലാം അവിടെ ആ വണ്ടിയുടെ കാറിന്റെ ബാഗിലെ ടയറിന്റെ മുകളിൽ ഡോറിന്റെ പുറകിലായിട്ട് ഇടിച്ച് അവിടെ എല്ലാം വളഞ്ഞു പോയി അകത്തേക്ക്. പുത്തൻ വണ്ടി അവരുടെ. വേണ്ട, ഈ പാറക്കടി കൂടെ വഴി. ഈ വഴിയിൽ കൂടെയാണ് ഇവര് പറക്കുന്നത്, ഇവിടെയുള്ള വണ്ടിക്കാര്, ലോക്കൽ വണ്ടിക്കാര്. അല്ല, എന്നിട്ട് അവിടെ ഉണ്ടല്ലോ അത്രയും ഇതായിട്ട് നിൽക്കുമല്ലേ, എന്നിട്ട് നമ്മുടെ സൈഡിൽ കൂടെ ഒരു കാറ് കയറി കൊണ്ട് ഫ്രണ്ടിലോട്ട് വെച്ചു. അതെ അതെ, എന്ന് പറഞ്ഞ ബ്ലോക്ക് ആകുന്നിടത്ത് കുത്തി തിരികെ എവിടെ ഇടയുണ്ടോ അതിലെ കയറി പോവാന്നുള്ളതല്ലേ. എന്റെ പാറ നിന്ന് നിൽക്കുന്നുണ്ടോ, അടന്നൊക്കെ ഇരുപുണ്ട് കേട്ടോ മേളില്. ലാൻഡ് സ്ലൈഡ് ആൻഡ് റോക്ക് ഫോൾ സോൺ. വെയിൽ കൊള്ളാതെ പശുക്കളൊക്കെ അതെ അതിനാണ് നിൽക്കുന്നത്. പത്തർ ഗിർനേക്ക് സംഭാവനയാണോ? സംഭാവന ബാക്കി തന്നെ വായിക്കാൻ പറ്റിയില്ല, കണ്ടില്ല. അളകനന്ദാ നദിയായി ഒഴുകുന്നത്. നമ്മള് ഋഷികേശിൽ നിന്ന് പോന്നപ്പോ നമ്മുടെ കൂടെ തന്നെ ഗംഗാജി ഉണ്ടായിരുന്നു. ആ, ദേവപ്രയാഗ് മുതൽ നമ്മുടെ കൂടെ അളകനന്ദാ നദി ഉണ്ട്. കർണപ്രയാഗ് ആപ്കാ ഹാർദിക് സ്വാഗത് കർത്തി ഹേ. നഗർപാലിക പരിഷത്ത് കർണപ്രയാഗ് ആപ്കാ ഹാർദിക് സ്വാഗത് കർത്തി ഹേ. ഞാൻ പകുതി വായിച്ച എന്നാന്നോ, ആ മരത്തിന്റെ മറവ് കൊണ്ട് ആദ്യം കാണത്തില്ലായിരുന്നു. ഈ ഷീറ്റ് വെച്ചേക്കുന്നത് എന്നാന്നറിയോ, അതിനപ്പുറം മൊത്തം വേസ്റ്റ് കൊണ്ട തള്ളുന്ന ഇത് എവിടെ, ആ നദിയുടെ സൈഡിലോട്ടാ തള്ളുന്നത്. ബദ്രിനാഥ് ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് പോകരുത്, നോ എൻട്രി ആണ്. ഏത് വണ്ടിക്കാന്നൊന്നും കണ്ടില്ല, അങ്ങോട്ട് പോയിട്ട് നോക്കാം. ബദ്രിനാഥ്, ഹേംകുണ്ട് സാഹിബ്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഇതെല്ലാം ലെഫ്റ്റിലേക്ക്. നൈനിറ്റാള്, അൽമോറ, കർണപ്രയാഗ് നേരെ. കർണപ്രയാഗ് അടുത്തു. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിൽ ഇറങ്ങിപ്പോ പോലീസ് സഹായതാ കേന്ദ്ര കോത്തവാലി കർണപ്രയാഗ്. കർണപ്രയാഗ് കോത്തവാലിയാ. അപ്പൊ ഇത് കർണപ്രയാഗ്. നമ്മളിപ്പോ ഈ അളകനന്ദാ നദിയിലൊക്കെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. ശ്രീനഗറിലും ഉണ്ട് റിവർ റാഫ്റ്റിംഗ്. ഇന്നലെ രാത്രി വന്നപ്പോ ബോർഡ് എഴുതി വെച്ചേക്കുന്നതാണ്. ആണോ? ഇവിടുത്തെ ശ്രീനഗർ ഉത്തരാഖണ്ഡിലെ എല്ലായിടത്തും കാണും. ഈ നദികളുള്ളിടത്ത്, ഈ ഇതുപോലുള്ളിടത്ത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. പക്ഷെ കൂടുതലും ഋഷികേശിലാന്ന് തോന്നുന്നു. ഋഷികേശിലെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ട് അറിയപ്പെടുന്നത്, ഭയങ്കര ഫേമസ് അവിടുത്തെ. എന്നാ ഒഴുക്കാൻ നോക്കിയേ, ഇതൊരു പഴയ പാലമാണല്ലോ, ഇരുമ്പ് പാലം. അതുകൊണ്ട് ആ മലയ്ക്ക് അവിടെ ചെറിയൊരു ടണല്. ബദ്രിനാഥ്, വാലി ഓഫ് ഫ്ലവേഴ്സ് ഇതൊക്കെ നേരെ അതേതോ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന വഴിയാ. അത് പോഖരിയിലേക്ക് പോകുന്ന വഴിയാ. പോഖരിയോ? പോഖരി അല്ല, പോഖരി. അപ്പൊ ഇത് കർണപ്രയാഗാണ്. അപ്പൊ മഹാഭാരതത്തിലെ ധീര യോദ്ധാവായ നമ്മുടെ കർണൻ ധ്യാനിച്ചിരുന്ന സ്ഥലമാണ് കർണപ്രയാഗ് എന്നറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ മിക്ക എല്ലാ സ്ഥലങ്ങളും തന്നെ നമ്മള് പുരാണമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലപ്പേരുകളാണ്. അതെ അതെ, എല്ലാം. ഇവിടെ വേറൊരു നദിയും കൂടെ വന്ന് ചേരുന്നുണ്ട് കേട്ടോ. ഇല്ല, ഇത് അളകനന്ദാ നദിയാ. പിന്നെ അവിടുന്ന് ചേരുന്നോ? ഇതുണ്ടോ, അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഒഴുകുന്ന ഒരുമിച്ച്. അത് ഇവിടുന്ന് വേറെ ഏതോ ഒരു ചെറിയ നദി വരുന്ന. ഈ സിറ്റിയിലാണ് മുമ്പേ ബ്ലോക്ക് കാണിച്ചേ. അല്ല, അതല്ലാവേ ഓരോ ഇവിടുന്ന് ഓരോ ഗ്രാമങ്ങളിലേക്കൊക്കെ ട്രിപ്പ് വെക്കുന്ന വണ്ടികളാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അല്ല, ഗ്രാമങ്ങളിലേക്ക് ആയിരിക്കല്ലേ ചിലപ്പം. ബദ്രീനാഥ് പോട്ടെ ഇച്ചിരി ഇങ്ങോട്ട് ചേർത്തിരുന്നു. പോട്ടെ ഈ വണ്ടികൾ ഇങ്ങനെ പോട്ടെ പുള്ളി പുറകോട്ട് ഇറക്കി. അതാ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അന്നേരം ഇവിടെ നിർത്തിക്കണം. അത് കണ്ടോ, വഴിയുണ്ടോ അങ്ങോട്ട്? അങ്ങോട്ട് വഴി വളരെ ശോകമാ, ചെറിയ വഴിയാ. പുള്ളിക്ക് മുത്തിനെ കണ്ടോ ഭയങ്കര സന്തോഷം. അല്ലല്ല, ഇവിടെ നീ കാർ എടുക്കാൻ പതുക്കെ എടുത്തോ, അങ്ങോട്ട് ചേർത്തെടുത്തു. അപ്പൊ അവിടുന്ന് വരുന്ന വണ്ടിക്കാരെ നിർത്തി തരും. പതുക്കെ എടുത്തു വെച്ചോ കാറല്ലേ. പോലീസുകാരൻ വന്നു, അവിടുത്തെ വണ്ടി നിർത്തി. പോലീസുകാരൻ ഇല്ലെങ്കിൽ ഇത് വണ്ടി ആരും നിർത്തുകയല്ല. പക്ഷെ അകലോടെ അങ്ങനെ പോട്ടെ. പോലീസുകാരൻ വന്നോണ്ടായിരിക്കും വണ്ടിക്കാരവിടെ നിർത്തി. ഇല്ല, ആരും നിർത്തുകയല്ല, നേരെ ഇറങ്ങി വരുള്ളൂ. അതുകൊണ്ടോ, അതൊരു ഇരുമ്പുപാലോ, വലിയൊരു ഇരുമ്പുപാലം. ഡ്രൈവർ നോക്കണ്ട, അതേ കൂടെ അല്ല, അതിന്റെ ഇപ്പറേ ഉണ്ടായിരുന്നൊരു പാലം അത്. ഇപ്പുറത്തോട്ടൊരു പാലം ഉണ്ടായിരുന്നു. വഴി ഇത്ര ഇടുങ്ങിയാണെന്ന് അറിഞ്ഞിരുന്ന നമുക്ക് ചാത്തുണ്ണിലേക്ക് കൊടുക്കായിരുന്നു അല്ലേ? അത് മതിയായിരുന്നു. അപ്പം അതുകൊണ്ട് മൊത്തം ഇറങ്ങാതെ ഇന്നലെ കൂട്ടിരുന്നത്.
ഇന്നലത്തെ വഴിയാ. ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മ അച്ഛനും പെങ്ങളെല്ലാം. മുത്തന്റെ പെങ്ങളാ. കർണപ്രയാഗ്. കർണപ്രയാഗ ഈ കാണുന്ന മൊത്തം. കർണപ്രയാഗ ഈ താഴെ കാണുന്ന ഫുള്ള്. അവിടെ നമ്മൾ ആ മലയിൽ നിന്ന് വന്ന് ഇപ്പുറത്തെ മലയിൽ കയറി. ഇവിടെ കർണപ്രയാഗ് സിറ്റി മൊത്തം വീതിയില്ല, പഴയ. അതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ട് വന്നത്. പക്ഷെ ഇങ്ങോട്ടതേ വീതിയുണ്ട് ഒരു വിധം. ഇതുണ്ടോ ഈ വഴിക്കൂടെ ഈ പിള്ളേർ കയറി വന്നേക്കുന്നത്. രാത്രിക്കൊക്കെ ആയിരിക്കും ഒരു ഓടുകൊള്ളായിരിക്കും. അല്ല, ഇത്രയും തിരക്കുള്ള സമയത്ത് അവരെങ്ങനെ കയറി വന്നു? അവർ രാത്രിക്ക് മാത്രം ഓടും. കുറെ ദിവസം രാത്രി തിരക്കില്ലായിരുന്നല്ലോ. അപ്പൊ ഇവര് കുറെ ദിവസം എടുക്കും ഇവിടെ വന്ന് ലോട്ടറി കേസ് തിരിച്ചു പോകുമ്പോഴത്തേക്കും. ഇവിടെ എല്ലാം മണ്ണിടിയുന്ന സ്ഥലമാണ്. ഇടിഞ്ഞിട്ട് നെറ്റിട്ടേക്കുന്ന അക്കരത്തെ മലയിൽ കൂടെ ഒരു കാറ് പോകുന്നുണ്ടോ, അതൊരു വഴിയാ അങ്ങോട്ട്. ആ മലയുടെ ടോപ്പിൽ വരെ വഴിയുണ്ട്. അതായത് ചുറ്റി 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 കയറി പോകണം. ഇവിടെ ഇങ്ങോട്ട് ഇതുവരെ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്? മഴ പെയ്താൽ ഇതിലെ വരെ ഇച്ചിരി റിസ്ക്കും ആണ്. ആ സമയത്ത് തീർത്ഥാടകരും കുറവാണെന്നാണ് തോന്നുന്നത്. അവിടെ അളകനന്ദാനദി വിശാലമായിട്ടാണ് ഒഴുകുന്നത്. റെയിൽവേ ലൈൻ അന്ന് അതിലെ പാലമൊക്കെ പണിതിട്ടുണ്ട്. ഈ നദിയുടെ തീരത്തോടെല്ലാം ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. കാലേശ്വർ. ഈ അക്കരെയെല്ലാം എന്തൊക്കെയോ വലിയ വർക്കുകൾ നടക്കുന്നുണ്ട്. റെയിൽവേയുടെ വർക്കായിരിക്കും തോന്നുന്നു. ഇവിടെ വീതി കുറവാണ്. നല്ലാണ്ടേ അപ്പോൾ റിവേഴ്സ് എടുത്ത് ഒക്കെ ഓണടി കേട്ട് വണ്ടിക്കാർ അവിടെ നിർത്തിത്തന്നു കേട്ടോ. എനിക്കറിയാം, അതുകൊണ്ടാണ് നേരത്തെ പിടിച്ചടിച്ചത്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 20 കിലോമീറ്ററാണ്. ഇതുപോലെ ഇടയ്ക്ക് വീതി കുറഞ്ഞ വഴിയൊക്കെ ഉണ്ട്. നമ്മളെ ഇപ്രാവശ്യം ഹിമാലയത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ കൂടെ പോയി അല്ലേ. ഒത്തിരി മല കയറി. അതിന് എണ്ണമില്ല, എത്ര എണ്ണമാന്ന്. ഈ മലയല്ലേ എണ്ണാൻ പറ്റുമോ? ലഡാക്കിലാണെങ്കിൽ മല മാത്രമേ ഉള്ളായിരുന്നു. എല്ലാ മലയ്ക്കും ചുറ്റി 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 പോന്നു. പൊന്നു ഇന്നാളൊന്ന് ചുറ്റിയതാ, അന്ന് തന്നെ മടുത്തു അല്ലേ. ലഡാക്ക് പോയി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം വന്നായിരുന്നു അത്രയും മടുക്കലായിരുന്നു. നമ്മള് ഫുഡൊന്നും വെച്ച് കഴിക്കാതെ തണുപ്പ് വരുന്നു ഭയങ്കര. എങ്ങനെ ഉണ്ടായിരുന്നു പൊന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസ്? ആണോ? ഇപ്പൊ ഓർക്കുമ്പോ കുഴപ്പമില്ല. അന്ന് ഭയങ്കര വയ്യാഴിയായിരുന്നു. അതല്ല, കറുതെങ്കിലും ഒന്നും ചെന്നിട്ട് പൊന്നുകുട്ടി ഇറങ്ങി പോലുമല്ലോ വയ്യാഞ്ഞോണ്ട്. ഈ അളകനന്ദ നദിക്ക് കുറുകെ എന്തോരോ പാലങ്ങളല്ലേ. എല്ലാ ഇരുമ്പ് പാലങ്ങളാ കൂടുതൽ. നടക്കാനുള്ള എല്ലാം തൂക്കുപാലങ്ങളാ. അപ്പൊ നമ്മുടെ പണ്ട് ഉണ്ടായിരുന്ന പാലങ്ങളൊക്കെ ഇല്ലേ, ഇരുമ്പിന്റെ എന്ന് പറഞ്ഞ പോലെ തൂക്കുപാലം. നമ്മള് നേപ്പാളിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തൂക്കുപാലങ്ങൾ ഒരുപാട്. അത് ഇതുപോലെ ഒന്നുമല്ല, ഒത്തിരി ഹൈറ്റിൽ കൂടെ പോകുന്ന തൂക്കുപാലങ്ങളുണ്ട്. ആകാശേ പുറകെ പോയിരുന്നു ഉറങ്ങി. ആകാശിന് ഫുൾ റെസ്റ്റാ. താഴെ ഞാറ് നട്ടേക്കുന്നതാന്ന് തോന്നല്ലോ. ഇതാണ് കരനെല്ലെന്ന് പറയുന്ന സംഭവമാണോ? അവിടെ പാടമൊന്നും അല്ല, വലിയ ചതുപ്പൊന്നും അല്ല. ബൈഡനോ സൈക്കിളും കൊണ്ട് പോകുന്നുണ്ടോ? ഈ മല മുഴുവനും സൈക്കിൾ ഉന്തി കയറ്റണമല്ലോ. തിരിച്ചു വരുമ്പോ മൊത്തം ഇറക്കമല്ല, എന്നാലും കൊറേ ഇങ്ങോട്ട് ഇറക്കമാണല്ലോ. ഇതല്ലേ സൈക്കിളാ പോന്നെ. ആ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. കറക്റ്റ് ആ വളവിന് അതെല്ലാം കറക്റ്റ് ഈ വളവിന് വരുമ്പോഴേ വണ്ടികളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് കിടക്കണം. അത് ചിലപ്പോഴേ വലിയ കയറി കൊടുത്ത് എടുക്കുമല്ലേ, ആക്സിലൊടിയോ ക്ലച്ച് പോവോ അങ്ങനെയൊക്കെ പറ്റുന്ന. അതുകൊണ്ട് അത് പൈൻ ഫോറസ്റ്റാ. പക്ഷെ അങ്ങോട്ട് തിക്കല്ലേ. എല്ലാ മലയുടെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നത്. ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ട് പോവാ. പക്ഷെ എന്നാ കുത്തനെയുള്ള കയറ്റം കുറവാ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം വന്ന ഒരു ഇത് വെച്ച് പറഞ്ഞ ഇതുണ്ട് ഒരു ക്ഷേത്രമാണ് നദിയുടെ നടുക്ക്. അങ്ങോട്ടുള്ള പാലമായത്. പാലവും പിന്നെ അത് നടക്കാനുള്ള വഴിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ആ നദിയുടെ നടുക്കാ ക്ഷേത്രം. ചെറിയൊരു ക്ഷേത്രം. നന്ദപ്രയാഗ് എന്നത്. നമ്മളിപ്പോൾ ഏതൊക്കെ പ്രയാഗ് വന്നു? ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, ഗോമതി പ്രയാഗ് വന്നായിരുന്നു. ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു. അത് ചെറിയൊരു സ്ഥലമായിരുന്നു. നന്ദപ്രയാഗ്. ജോഷിമഠ് 62 കിലോമീറ്റർ ഉണ്ട്. ഇനി ബദ്രീനാഥിലേക്ക് ഇനി 105 കിലോമീറ്ററും കൂടെ ഉണ്ട്. അപ്പൊ ആ മലയിൽ നിന്ന് വന്ന് നമ്മൾ അടുത്ത മലയുടെ സൈഡിൽ കൂടെ പോകുന്നത്. അങ്ങോട്ടായി പോയി വഴി എത്തുന്നത്. മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ? മഴ പെയ്യുമ്പോ നല്ല രസമായിരിക്കും അല്ലേ? മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടമായിരിക്കും. പഴയ പാലം കണ്ടോ? ഇവിടെ
അതൊക്കെ ഒത്തിരി വർഷം മുന്നേ ഉള്ള പാലമാണ്. ബദ്രിനാഥ് 105. ഓ, ഇവിടെ എല്ലാം കുറേ ഏരിയ ഇതുണ്ടോ ഇടിഞ്ഞു പോന്ന. ഈ കെട്ടിനകത്തൂടെ ഒക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അതുകൊണ്ടാ ഇവിടെ ഇടിഞ്ഞു ചേടുന്നേ, കുറവേ അതുപോലെ ഉള്ളതുകൊണ്ടാ. മഴയും കൂടെ പെയ്യുമ്പോ എന്തായിരിക്കും? വാണിംഗ് ആക്സിഡന്റ് പ്രോൺ ഏരിയ. വഴി വീണ്ടും ഇടുങ്ങി വരുവാണല്ലോ. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. ചിലയിടത്ത് വഴി വീതി കൂടുതലുണ്ടാവും, ചിലയിടത്ത് വഴി കുറവായിരിക്കും. അങ്ങനെ നന്ദപ്രയാഗിലെത്തിയപ്പോ ഡ്രൈവർ മാറി. അല്ല, ഞാനിവിടെ കുറച്ച് ഓടിക്കണ്ടേ. ഓടിച്ചു ഹിമാലയത്തിലൊന്നും ഇപ്പൊ മൊത്തം ഓടിച്ച അത്രയും പോലും ഞാൻ ഓടിച്ചിട്ടില്ല. ചേട്ടായി ഏറ്റവും കുറച്ച് ഓടിച്ചു. ആ, മുകളിലോട്ടെല്ലാം തട്ടുതട്ടായിട്ടുള്ള കൃഷി സ്ഥലങ്ങളാ. ഇവിടെയൊക്കെ സ്ട്രോബെറി ഒക്കെ കാണുമായിരിക്കും അല്ലേ? ഇങ്ങോട്ട് നോക്കി റോഡ് കണ്ടോ? ഇവിടെ ഇടിഞ്ഞു പോകുന്ന കേട്ടോ താഴോട്ട്. കല്ല് വീഴുന്നുണ്ട്. റോഡിൽ കിടക്കുന്ന മണ്ണെടുത്ത് അപ്പുറത്തോട്ട് ഇടുവാൻ തോന്നുന്നു. സൈഡൊക്കെ ഒതുക്കുവാൻ തോന്നുന്നു. ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ മഴ പെയ്ത പോലെ തോന്നുന്നു. വെള്ളം ഒഴുകിയ പാടുണ്ട്. ഈ നദിയുടെ അക്കരെ ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു. അതെ, അത് നല്ലൊരു സിറ്റി ആണല്ലോ. നോക്കി എന്തേരം വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ആണെന്ന് നോക്കി. വലിയ സിറ്റിയാന്ന് തോന്നുന്നു. ആ മലയുടെ മുകളിലോട്ട് നോക്കി, അതുകൊണ്ടോ നല്ലൊരു ടൗൺ ആണ്. ഒത്തിരി വീടുകളുണ്ട്. അപ്പൊ നമ്മളെ ചമോലി എത്തി. ചമോലിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചമോലി ഒരു ജില്ലാ ആസ്ഥാനമാണ്. ചമോലി ഡിസ്ട്രിക്റ്റിലാണ് ബദ്രീനാഥ് ക്ഷേത്രവും ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാരയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അളകനന്ദാ നദി വളരെ രൗദ്രമായിട്ടാണല്ലോ ഒഴുകുന്നത് ഇവിടെയൊക്കെ. അവിടെ എല്ലാം തൂക്കുപാലങ്ങളാണ്, ഇരുമ്പ് പാലം. ഈ ടൗണിലേക്കൊക്കെ വരുമ്പം റോഡിന് വീതി കുറവാ അല്ലേ? ടൗണിൽ വന്നിട്ടല്ല, ഇവിടെ ഈ മലയായോണ്ട് അത്രയും വീതി എടുത്തിട്ടുണ്ട്. ഒരു സൈഡേ വണ്ടി പോകത്തുള്ളൂ. അതുകൊണ്ട് പോലീസുകാർ അവിടെ അങ്ങോട്ടുള്ള വണ്ടികൾ തടഞ്ഞു നിർത്തിയേക്കുക. നമുക്ക് നേരെ ബദ്രിനാഥ് 94 കിലോമീറ്റർ. ദൂരം അങ്ങോട്ട് കുറയുന്നില്ലല്ലോ. എങ്ങനെ പറയാനാ, ഇതല്ലേ വഴി. ഉണ്ടോ? ലെഫ്റ്റിലേക്ക് കേദാർനാഥ് പോവാം, നമുക്ക് നേരെ മുകളിലോട്ട് ശ്രീ ബദ്രിനാഥ് ധാം, ഗോവിന്ദ് ഘട്ട് എല്ലാം ഇതിലെ മുകളിലേക്ക്. ഇതെല്ലാം ട്രിപ്പ് വണ്ടികളാണ്. ഉത്തരാഖണ്ഡിലെ രണ്ടാമത്തെ വലിയ ജില്ലയാണ് ചമോലി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അതെ, ബദ്രീനാഥൊക്കെ തൊഴുതിട്ട് വരുന്ന നമ്മുടെ മലയാളികൾ 3-4 പേര് ഇവിടെ വെച്ച് കണ്ടുമുട്ടി. ചേട്ടനെ നേരത്തെ പരിചയമുണ്ട്. അതെ, അതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേ പെട്ടെന്നൊരു പരിചയം തോന്നി. പറഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി. എങ്ങനെ പേരെങ്ങനെ? എൻ്റെ പേര് സജീവൻ. ഗുരുവായൂര് കണ്ടാനശ്ശേരി. ജയപ്രകാശ്. എല്ലാരും അടുത്തടുത്ത് തന്നെ. ചേട്ടന്റെ പേര് മറന്നുപോയി. രജീഷ്. ആ, ശകലം വ്യത്യാസമുള്ളൂ, ചെറിയ വ്യത്യാസമുള്ളൂ. രതീഷ്. ഇവര് കേദാർനാഥ് പോയിട്ട് അങ്ങോട്ട് പോയി. നിങ്ങൾ ഡൽഹി വന്നിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചോ? അപ്പൊ ആയിക്കോട്ടെ, കാണാം. हाँ केरला गए। पहले मैम नहीं चला रहे थे गाड़ी? हाँ ये चला रहा था। मेरे से सारे बहस रहे हैं कि नहीं वो ना आपको ये दोनों चलाते हैं। कौन चला रहे पक्षी पार और दोनों चला रही थी बारी അതെ, ഇവര് മുത്തോടിക്കുന്ന കണ്ടിട്ട് അവരോട് പറഞ്ഞിട്ട് അവര് വിശ്വസിച്ചില്ലെന്ന്. रूम वगैरह भी बनाया? हाँ हो कैरवन है देख सकते। അവരെ കുറച്ച് പേരുണ്ട്, 2 വണ്ടിക്കാ വന്നത്. टोट ये चला रहे थे ना, ये मान नहीं रहे मेरी विश्वसिल। मान गई अभी क्या ये लोग ट्रक चलाते हैं, बड़ा ट्रक। अच्छा बड़ा ट्रक। हाँ अपना यूट्यूब चैनल है उसमें। ये लोग कहते ഇവിടെ വഴി വീതി കൂട്ടിക്കൊണ്ടിരിക്കുക. ഇടിഞ്ഞു പോന്നിട്ടാണോ വീതി കൂട്ടുന്നതാണോ? ഇടിഞ്ഞു പോരുന്നാന്ന് തോന്നുന്നു മണ്ടവശം കണ്ടിട്ട്. എന്നാ വലിയ കല്ലൊക്കെ വന്ന് കിടക്കുന്നത്. അതില് 2 പേരെ ആ കാറേ വന്നില്ലേ, പഞ്ചാബുകാര്. അവര് 2 പേര് പറഞ്ഞു ഈ വണ്ടി നമ്മളെ കൈ കാണിച്ചെന്ന് പറഞ്ഞു. അവിടെ കണ്ടു വെച്ച് നമ്മള് കണ്ടില്ല. കൈ കാണിച്ചല്ല, അവരെ കടയിൽ ഇരുന്ന് ഇങ്ങനെ അവരോട് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഈ മുന്നിൽ വന്ന പുള്ളിയില്ലേ. എന്നാ അങ്ങനെ ആയിരിക്കും. അപ്പം അവര് പറഞ്ഞു, മറ്റവരോട് പറഞ്ഞു ഇതുപോലെ ഒരു പെങ്കൊച്ച ഇത് ഓടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അവര് വിശ്വസിച്ചില്ല, ചുമ്മാ പറയുന്നത്. അപ്പോഴാണ് നമ്മളവിടെ നിർത്തിയേക്കുന്നത് കണ്ടേ. പുള്ളി വണ്ടി അവിടെ നിർത്തിയ ഇവരെ എല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. അവിടെ നിർത്തിയോണ്ടേ ആ ചേട്ടന്മാരെ കാണാൻ പറ്റി. അതെ അതെ, അവരെ ഇന്നോവയും കൊണ്ട് പോയിട്ട് അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞ, കേദാർനാഥിലേക്ക് പോയിട്ട്. വഴിയിലായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു. നമ്മൾ ഇതും കൊണ്ട് പോയാലത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മളായിരിക്കും അവിടെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അതെ അതെ. ജാഥ ക്യാപ്റ്റൻ ജലജ രതീഷ് നയിക്കുന്ന വാഹന ഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ. അതെ,
ഞാനല്ല ഇപ്പൊ അച്ഛയാ നയിച്ചോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാര്യമല്ല, ഞങ്ങൾ അങ്ങോട്ട് കേദാർനാഥിൽ പോയുള്ള കാര്യം പറഞ്ഞത്. കാര്യം പറഞ്ഞാ ആ അപ്പൊ താരം ഓടിക്കുന്നില്ല, ഞാനാണോ ഓടിക്കുന്നത്? അത് കുഴപ്പമില്ല, ജാഥയാകുമ്പോ അമ്മയ്ക്ക് വരാം. താഴെ കണ്ടോ ഒരു തൂക്കുപാലം, ഇഷ്ടം പോലെ തൂക്കുപാലം ഉണ്ട്. അപ്പോൾ ബദ്രീനാഥിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.